ഹലോ! ഇത് നമ്മൾ ഒരു മട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും സിമ്പിളായ രീതിയിലാണ് നമ്മൾ മട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസുകൾ എന്താണെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 2 സവാള, കറിവേപ്പില ഒരു 10 എണ്ണം, അതുപോലെ തന്നെ 4 പച്ചമുളക് കുരു കളഞ്ഞെടുത്തത്, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 2 ലെമൺ. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു 500 ഗ്രാം മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മുടെ ഈ മസാലകളൊക്കെ ചേർത്ത് നമ്മുടെ മട്ടന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഈ മസാലകൾ ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക്, അതുപോലെ തന്നെ നമ്മൾ ലെമൺ ജ്യൂസും കോക്കനട്ട് ഓയിലും പാടെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാ വശങ്ങളിലേക്കും ഇത് ഈ മസാലകൾ എത്തുന്ന തരത്തിൽ വേണം മിക്സ് ചെയ്യാൻ. നിങ്ങൾ എപ്പോഴാണോ ഇത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഇത് ഉണ്ടാക്കി ഇതുപോലെ മസാല തേച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഒന്നും കൂടി ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ലതാണ്. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. നമ്മൾ പ്രഷർ കുക്കറിലേക്ക് അല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു മട്ടൺ നമുക്ക് കുക്കറിലേക്ക് ഇട്ടാണ് വേവിക്കാൻ നോക്കാം. നമ്മുടെ ഈ ഒരു കുക്കറിൽ വിസിൽ വരുന്ന കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെതും ഓരോ രീതിക്കാണ്. ഞാനിവിടെ ഈ ഒരു മട്ടന് ഒരു 4 വിസിൽ വരുന്ന വരെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വേവിക്കാൻ വെക്കുന്നതിന് മുമ്പ് ഒരു അല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ പ്രഷർ കുക്കറിൽ ഒരു 2 വിസിൽ വരുന്ന വരെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കണ്ടും അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടും കണ്ടുമാണ് നമ്മുടെ ഈ മട്ടൻ നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. നമ്മുടെ മട്ടൻ സെറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് വേണ്ട മസാലകൾ സെറ്റാക്കി എടുക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ മട്ടനിലേക്ക് യൂസ് ചെയ്തതിന് ബാക്കി വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കാണുന്ന വഴറ്റി കൊടുക്കാം. അത്യാവശ്യം ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ മതി നമ്മൾ വഴറ്റിയെടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നത്, ആ 2 സവാള നമ്മൾ ചെറുതാക്കി കനം കുറച്ചാണ് അരിഞ്ഞിട്ടുള്ളത്. അതിട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സവാള വഴറ്റുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് വഴറ്റണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മട്ടന് മധുരിച്ചു പോകും. സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു ടൊമാറ്റോ, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഒരല്പം ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലെ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് വരണം, അതുവരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ മസാലകളൊന്ന് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ട് അതിനൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മട്ടൻ മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ മട്ടനും മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ അത്യാവശ്യം നല്ല കൂടുതൽ വെള്ളമുണ്ട്, അതൊന്ന് നമുക്ക് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ നമ്മളിതിൽ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കണ്ട് വറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മുടെ മട്ടനിൽ ഒരുവിധം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുക്കുക കേട്ടോ. പക്ഷെ എനിക്ക് വേണ്ടത് കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ള ഒരു പരുവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി വെള്ളം വറ്റിച്ചു കണ്ട് ഒന്നും കൂടി ഒരു സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ. ഇവിടെ ഇതാ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ലെമൺ ജ്യൂസും കൂടി, അതായത് ഒരു നാരങ്ങയുടെ ഫുള്ളായിട്ടുള്ള ഒരു ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ട് എണ്ണയാണ് ഇതിൻ്റെ മുകളിലായിട്ട് വന്നിട്ടുള്ളത്. ഈ മട്ടനിൽ നെയ്യോ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ഓയിലൊക്കെ പാടെയാണ് ഈ മുകളിലേക്ക് വന്ന് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് ഇതിൽ ഈ ഒരു മസാല ഒക്കെ ഒന്ന്, അതായത് നമ്മുടെ മട്ടനും മസാലയൊക്കെ ഒന്നൊരു സൈഡിലേക്ക് വെച്ചതിന് ശേഷം ആ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല,
നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന യൂസ് ചെയ്യുന്ന ഗരം മസാല, നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുണ്ടായിരുന്ന ഗരം മസാലയാണ് ഒന്നും കൂടി ബെസ്റ്റ് എന്ന് പറഞ്ഞത്. അതും നമ്മുടെ പെരിഞ്ചീരകം പാടെ ഇട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുക്കണം. നിങ്ങൾ മട്ടനൊക്കെ വെക്കുന്ന സമയത്ത് നമ്മുടെ ലെമൺ ജ്യൂസും ഈ ഒരു ഗരം മസാല മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തുകൊണ്ടും അതിട്ടതിന് ശേഷം നമ്മൾ ആ മട്ടൻ കഴിക്കാൻ വേറൊരു ഫ്ലേവറും വേറൊരു ടേസ്റ്റും തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ മട്ടന് നന്നായി വെന്തിട്ടുണ്ട്. ഇതൊന്ന് വെന്തിട്ട് നമ്മുടെ ഈ ഒരു മസാലയൊക്കെ പാട് കൂടിയിട്ട് ഒരു ബ്ലാക്ക് കളറായി വരുന്നത് നിങ്ങൾ കാണും. ഇത് കാണുന്ന സമയത്ത് സത്യം പറയാലോ, നമ്മുടെ ചോറിനൊക്കെ പകരം നമ്മുടെ ചൂടിലെ പൊറാട്ട ഉണ്ടല്ലോ, ആ ഒരു പൊറാട്ടയിലൊക്കെ ഇത് കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പൊറാട്ടയും കൂടി കഴിക്കാൻ പറ്റിയെങ്കിൽ അത്രയും ബെസ്റ്റായിരിക്കും. ഈ ഒരു സമയത്ത് നമുക്കിതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊണ്ട് നമുക്കിത് അടച്ച് വെക്കാം. അപ്പം നമ്മുടെ മട്ടൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം.